ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. ഇന്നത്തെ ടോപ്പിക്ക് ഫൈലം ആഷെൽമിന്തസും ഫൈലം അനലിഡേയുമാണ്. ഇതിനു മുമ്പ് ഫൈലം പോരിഫറ, സീലൻഡ്രേറ്റ, ടീനോഫോറ, പ്ലാറ്റിഹെൽമിന്തസ് ഇത്രയും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അഞ്ചാമത്തെ ഫൈലമാണ് ഫൈലം ആഷെൽമിന്തസ്. ആഷെൽമിന്തസിലെ മെമ്പേഴ്സിനൊക്കെ സർക്കുലർ ക്രോസ് സെക്ഷനാണ് ഉള്ളത്. അതായത് ഈ ഓർഗാനിസത്തിനെ നമ്മളിങ്ങനെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ആ ക്രോസ് സെക്ഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു സർക്കുലർ ഷേപ്പിലാണ് കിട്ടുക. അതുകൊണ്ട് ഇവരെ നമ്മൾ റൗണ്ട് വേംസ് എന്നാണ് വിളിക്കുന്നത്. ആഷെൽമിന്തസിലെ മെമ്പേഴ്സിനെ കോമൺ ആയിട്ട് റൗണ്ട് വേംസ് എന്ന് വിളിക്കുന്നു. ഇവര് ഫ്രീ ലിവിങ് ആയിരിക്കാം. അതുപോലെ തന്നെ അക്വാട്ടിക്കും ടെറസ്ട്രിയിലും കാണപ്പെടുന്നു. കരയിലും വെള്ളത്തിലും ജീവിക്കുന്നുണ്ട്. പിന്നെ ആനിമൽസിലും പ്ലാന്റ്സിലും പാരസൈറ്റ്സ് ആയിട്ടും കാണപ്പെടുന്നുണ്ട്. ഇനി ഇവരുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഇവർക്ക് ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ്. അതായത് ഒരു ഫംഗ്ഷൻ ചെയ്യാൻ ഒരു ഓർഗൻ സിസ്റ്റം തന്നെ ഉണ്ട്. ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ്. ബൈലാറ്ററൽ സിമട്രി ആണ്. ട്രിപ്ലോബ്ലാസ്റ്റിക് ആണ്. പിന്നെ ഇവര് സ്യൂഡോസീലോമേറ്റ് ആനിമൽസ് ആണ്. അപ്പൊ ഇത്രയും നമ്മൾ നോക്കുകയാണെങ്കിൽ ഓർഗൻ സിസ്റ്റം ലെവൽ, ബൈലാറ്ററലി സിമട്രിക്കൽ, ട്രിപ്ലോബ്ലാസ്റ്റിക്, ഇതൊക്കെ ഹയർ ലെവൽ ഓഫ് ഓർഗാനിസത്തിന്റെ പ്രത്യേകതകളാണ്. പക്ഷെ സ്യൂഡോസീലോമേറ്റ് ആണ്. അതായത് സീലോമിന്റെ കാര്യത്തിൽ ഇവര് അത്രയ്ക്ക് ഹയർ ലെവലിലേക്ക് എത്തിയിട്ടില്ല. സ്യൂഡോസീലോമേറ്റ് ആണ്. ഇനി ഇവരുടെ എലിമെന്ററി കനാൽ എന്ന് പറയുന്നത് വെൽ ഡെവലപ്ഡ് ആണ്. ഇവരുടെ എലിമെന്ററി കനാൽ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആണ്. അതുപോലെ ഇവർക്കൊരു വെൽ ഡെവലപ്ഡ് മസ്കുലർ ഫാരിങ്സ് ഉണ്ട്. എലിമെന്ററി കനാൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഇത് അന്നനാളം മുതൽ താഴോട്ടുള്ള ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്റെ പാർട്ടാണ്. അപ്പോൾ ഈ എലിമെന്ററി കനാല് കംപ്ലീറ്റ് ആണ്. ഇതിന് ഒരു വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള മസ്കുലർ ഫാരിങ്സ് ഉണ്ട്. ഫാരിങ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അന്നനാളം തുടങ്ങുന്ന അതിനുള്ള തൊട്ട് മുമ്പുള്ള ഈസോഫാഗസ് എന്നൊക്കെ പറയുന്ന പാർട്ടുണ്ട്. അതിന് തൊട്ട് മുമ്പുള്ള പാർട്ടാണ് ഫാരിങ്സ് എന്ന് പറയുന്ന ഒരു പാർട്ട്. നമ്മുടെ ഈ മൂക്കിൻ്റെയൊക്കെ കണ്ടിന്യൂഷൻ ആയിട്ട് വായുടെയൊക്കെ നാക്കൊക്കെ കഴിഞ്ഞ് താഴേക്ക് പോകുമ്പോൾ ഉള്ളൊരു ഭാഗമാണ് ഫാരിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആഷെൽമിന്തസിന് അങ്ങനെ ഒരു വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള മസ്കുലർ ഫാരിങ്സ് ഉണ്ട്. എലിമെന്ററി കനാല് കംപ്ലീറ്റ് ആണ്. ഇനി ഇവർക്ക് ഒരു എക്സ്ക്രീറ്ററി ട്യൂബ് ഉണ്ട്. ഈ എക്സ്ക്രീറ്ററി ട്യൂബ് വഴിയാണ് ബോഡിയിലുണ്ടാകുന്ന വേസ്റ്റിനെയൊക്കെ പുറത്തേക്ക് റിമൂവ് ചെയ്യുന്നത്. അപ്പോൾ എക്സ്ക്രീറ്ററി ട്യൂബ് വഴിയാണ് വേസ്റ്റ് പ്രൊഡക്ട്സിനെ റിമൂവ് ചെയ്യുന്നത്. ഇത് പുറത്തേക്ക് പോകുന്നത് എക്സ്ക്രീറ്ററി പോർ വഴിയാണ്. ഇവരിൽ അടുത്ത ഒരു ഹയർ ലെവൽ ഓഫ് ഓർഗാനിസങ്ങളുടെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഇവർ കാണിക്കുന്നത് ഇവർ ഡയേഷ്യസ് ആണ്. അതായത് ഇവരുടെ രണ്ട് സെക്സും രണ്ട് ഓർഗാനിസത്തിലാണ് ഉള്ളത്. അതായത് മെയിൽ ഓർഗാനിസം ആണെങ്കിൽ അവർ മെയിൽ ഗമേറ്റിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഫീമെയിൽ ആണെങ്കിൽ ഫീമെയിൽ ഗമേറ്റിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതായത് ഒരു ഇൻഡിവിജ്വൽ തന്നെ രണ്ട് ഗമേറ്റ്സിനെയും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. സെക്സസ് സെപ്പറേറ്റഡ് ആണ്. ഇനി ഇവരുടെ ഒരു പ്രത്യേകത, ഫീമെയിൽസ് മെയിൽസിനേക്കാളും ലോങ്ങർ ആയിരിക്കും. അത് ആദ്യം നമ്മൾ പിക്ചർ കണ്ടിരുന്നു. അത് ശ്രദ്ധിച്ചാൽ തന്നെ ഫീമെയിൽസ് ആണ് കുറച്ചുകൂടെ ലെങ്തി ആയിട്ടുള്ളവർ, മെയിൽസ് ചെറുതാണ്. ഇനി ഇവരുടെ ഫെർട്ടിലൈസേഷൻ ഇന്റേണൽ ആണ്. അതായത് ബോഡിക്കുള്ളിൽ വെച്ചാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. ഡെവലപ്മെന്റ് ഡയറക്റ്റോ ഇൻഡയറക്റ്റോ ആയിരിക്കും. ഡയറക്റ്റ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹ്യൂമൻസിനെയൊക്കെ പോലെ. അതായത് ഇവരുടെ യങ് വൺസ് അഡൾട്ടിനെ പോലെ തന്നെ ആയിരിക്കും ഇരിക്കുക, കാണാൻ മോർഫോളജിക്കൽ റിസംബ്ലൻസ്. ഇൻഡയറക്റ്റ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഒരു ലാർവൽ സ്റ്റേജിലൂടെ കടന്നു പോകുന്നു. ഈ ലാർവയും അഡൾട്ടും തമ്മിൽ വലിയ സിമിലാരിറ്റി ഒന്നും ഉണ്ടായിരിക്കില്ല. ഇനി റൗണ്ട് വേംസ് അല്ലെങ്കിൽ ആഷെൽമിന്തസിന്റെ എക്സാമ്പിൾ ആണ് അസ്കാരിസ് ഓർ റൗണ്ട് വേം, വുച്ചറേറിയ ഓർ ഫൈലേറിയൽ വേം, ആൻസൈലോസ്റ്റോമ ഓർ ഹുക്ക് വേം. ഇവരൊക്കെയാണ് ആഷെൽമിന്തസിന്റെ എക്സാമ്പിൾ. അപ്പോൾ ആഷെൽമിന്തസിനെ മൊത്തത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവർക്ക് കുറേ ക്യാരക്ടേഴ്സും ഹയർ ഓർഗാനിസത്തിൻ്റെയാണ്. അതായത് ഓർഗൻ സിസ്റ്റം ലെവലായി, ബൈലാറ്ററൽ സിമട്രി ആയി, ട്രിപ്ലോബ്ലാസ്റ്റിക് ആയി, അതുപോലെ തന്നെ ഇവരെന്താണ്? ഡയേഷ്യസ് ആണ്. ഫെർട്ടിലൈസേഷൻ ഇന്റേണലുമാണ്. ഇതൊക്കെ ഹയർ ഓർഗാനിസത്തിന്റെ ലക്ഷണങ്ങളാണ്. പക്ഷേ സീലോം എങ്ങനെയാണ്? സ്യൂഡോസീലോമേറ്റ് ആനിമൽസ് ആണ്. അതായത് ഇവരുടെ ബോഡി വാൾ ഇതാണെങ്കിൽ ഇവിടെ ഒരു ഗട്ട് വാൾ ഉണ്ട്. അപ്പം ബോഡി വാളിനും ഗട്ട് വാളിനും ഇടയ്ക്ക്
ക്യാവിറ്റി ഉണ്ടെങ്കിൽ ആ ക്യാവിറ്റിയാണ് സീലോം എന്ന് വിളിക്കുന്നത്. പിന്നെ ഈ സീലോം ഈ ക്യാവിറ്റി ഉണ്ട്, ആ ക്യാവിറ്റിയെ ലൈൻ ചെയ്തുകൊണ്ട് മീസോഡേം ഉണ്ടായിരിക്കണം, എങ്കിലേ അവരെ സീലോമേറ്റ്സ് എന്ന് വിളിക്കാൻ പറ്റൂ. പക്ഷേ ആഷെൽമിന്തസിൽ ഇവരുടെ മീസോഡേം ഒരു കണ്ടിന്യൂസ് ലെയർ അല്ല, പകരം ഇങ്ങനെ ചിതറിക്കിടക്കുന്ന സ്കാറ്റേർഡ് ആയിട്ടുള്ള പൗച്ചസ് ആയിട്ടാണ് മീസോഡേം കാണാൻ പറ്റുന്നത്. സോ ഇത് മീസോഡേം ആണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ കാണുന്നതാണ് ഇവരുടെ സീലോം. അപ്പോൾ ഇങ്ങനത്തെ സീലോം ഉള്ളവരെയാണ് സ്യൂഡോ സീലോമേറ്റ്സ് എന്ന് വിളിക്കുന്നത്. അങ്ങനെയുള്ള സ്യൂഡോ സീലോമേറ്റ്സ് ആണ് ആഷെൽമിന്തസിലെ മെമ്പേഴ്സ്. അടുത്തത് ഫൈലം അനലിഡ. അനലിഡയുടെ മെമ്പേഴ്സ് അക്വാട്ടിക് ആണ്, അതായത് ജലാശയങ്ങളിൽ, ഒന്നുകിൽ മറൈൻ ആയിരിക്കാം അല്ലെങ്കിൽ ഫ്രഷ് വാട്ടർ ആയിരിക്കാം. ഇതുകൂടാതെ ടെറസ്ട്രിയൽ ആയിട്ട് ഇവരെ കാണപ്പെടുന്നുണ്ട്. അക്വാട്ടിക് ആയിരിക്കാം, മേ ബി അക്വാട്ടിക് ഓർ ടെറസ്ട്രിയൽ. പിന്നെ ഫ്രീ ലിവിങ് ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ പാരസൈറ്റിക്കും ആയിരിക്കാം. ഇവരുടെ ബോഡിയുടെ ഒരു പ്രത്യേകത, ഇവർക്ക് സെഗ്മെന്റേഷൻ ഉണ്ട്, അല്ലെങ്കിൽ സെഗ്മെന്റ്സ് ഉണ്ട്. ഇവരുടെ ബോഡി എങ്ങനെയാണ് നിർമ്മിച്ചിട്ടുള്ളത്, ഇതാണ് ഇവരെങ്കിൽ ഇവരുടെ ബോഡിയിൽ കുറേ സെഗ്മെന്റ്സ് ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്ന പോലെയാണ് ഇവരുടെ ബോഡി അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ സെഗ്മെന്റ്സിനെയാണ് നമ്മൾ മെറ്റാമിയേഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവർക്ക് ഈ പേര് വരാനുള്ള കാരണവും ഇത് തന്നെയാണ്. അനലിഡ എന്ന് പറയുന്ന വേർഡ് അനുലസ് എന്ന് പറയുന്ന ഒരു ലാറ്റിൻ വേർഡിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത്. ഈ അനുലസ് എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ് ലിറ്റിൽ റിങ് എന്നാണ്. അതായത് ഇങ്ങനെ ലിറ്റിൽ റിങ് പോലെയുള്ള ഓരോ റിങ്സ് ഇങ്ങനെ ചേർത്ത് വെച്ചിട്ടാണ് ഇവരുടെ ബോഡി ഉണ്ടായി വന്നിരിക്കുന്നത്. അതായത് മെറ്റാമിയേഴ്സ് ചേർന്നിട്ടാണ് ബോഡി ഫോം ചെയ്തിരിക്കുന്നത്. ഇനി ഇവരുടെ പ്രത്യേകത എന്താണ്? ആഷെൽമിന്തസിന്റെ പറഞ്ഞ പോലെ ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ്, ബൈലാറ്ററൽ സിമെട്രി ആണ്, ട്രിപ്ലോബ്ലാസ്റ്റിക് ആണ്, സീലോമേറ്റ്സ് ആണ്. ആഷെൽമിന്തസ് സ്യൂഡോ സീലോമേറ്റ്സ് ആയിരുന്നു, ഇവർ അനലിഡ ആയപ്പോൾ സീലോമേറ്റ്സ് ആയി. പിന്നെ മെറ്റാമറിക്കലി സെഗ്മെന്റഡ് ബോഡിയാണ്. ഇനി ഇവരുടെ മറ്റൊരു പ്രത്യേകത, ഇവർക്ക് ലോഞ്ചിറ്റ്യൂഡിനൽ മസിൽസും ഉണ്ട്, സർക്കുലർ മസിൽസും ഉണ്ട്. ഇത് രണ്ടും ഇവരുടെ മൂവ്മെന്റ് അല്ലെങ്കിൽ ഇവരുടെ ലോക്കോമോഷന് ഹെൽപ്പ് ചെയ്യുന്നു. ലോഞ്ചിറ്റ്യൂഡിനൽ മസിൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ, ഇതിപ്പോൾ അനലിഡയുടെ ബോഡിയാണെന്ന് വെച്ചു എങ്കിൽ ഇവരുടെ ബോഡിക്ക് ഇങ്ങനെ പാരലായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന മസിൽസിനെയാണ് ലോഞ്ചിറ്റ്യൂഡിനൽ മസിൽസ് എന്ന് പറയുന്നത്. ഇനി സർക്കുലർ മസിൽസ് എന്ന് പറഞ്ഞാൽ ഇവരുടെ ഇങ്ങനെ ബോഡിയിൽ സർക്കുലർ ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ് സർക്കുലർ മസിൽസ്. ഈ രണ്ട് മസിൽസും ഇവരുടെ മൂവ്മെന്റിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്, അതായത് ലോക്കോമോഷന്. അനലിഡയ്ക്ക് ഒരു ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം ഉണ്ട്. ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം എന്ന് വെച്ചാൽ എന്താണ്? അതായത് ബ്ലഡിനെ പമ്പ് ചെയ്യുന്നത് ഹാർട്ടാണ്. ഇങ്ങനെ ഹാർട്ട് പമ്പ് ചെയ്യുന്ന ബ്ലഡ് വെസൽസിൽ കൂടെ മാത്രമാണ് ഫ്ലോ ചെയ്യുന്നത്, അല്ലാതെ ബോഡി ക്യാവിറ്റിയിൽ ഫുള്ളായിട്ട് ഇങ്ങനെ ബ്ലഡ് സ്പ്രെഡായി കിടക്കുകയല്ല. ഹാർട്ടിലും ബ്ലഡ് വെസൽസിലും മാത്രമായിട്ടാണ് നമുക്ക് ബ്ലഡിനെ കാണാൻ പറ്റുന്നത്. അങ്ങനെയുള്ളൊരു സർക്കുലേറ്ററി സിസ്റ്റത്തിനെയാണ് ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ അനലിഡയ്ക്ക് ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റമാണ് ഉള്ളത്. ഇനി ഒരു അക്വാട്ടിക് അനലിഡയ്ക്ക് എക്സാമ്പിളാണ് നീരിസ് എന്ന് പറയുന്നത്. അതായത് അനലിഡ അക്വാട്ടിക്കും ആവാം ടെറസ്ട്രിയലും ആവാം. അക്വാട്ടിക് അനലിഡയ്ക്ക് എക്സാമ്പിളാണ് നീരിസ്. ഈ നീരിസിന് ചില ലാറ്ററൽ അപ്പൻഡേജസ് ഉണ്ട്, അവരുടെ ബോഡിയിൽ ചില ലാറ്ററൽ അപ്പൻഡേജസ് ഉണ്ട്. അതിനെയാണ് പാരാപോഡിയ എന്ന് വിളിക്കുന്നത്. അതായത് അവരുടെ ബോഡിയുടെ സൈഡിൽ ചെറിയ സ്ട്രക്ചേഴ്സ് ഉണ്ട്, അതാണ് ലാറ്ററൽ അപ്പൻഡേജസ്. അതിനെ പാരാപോഡിയ എന്ന് വിളിക്കുന്നു. ഇത് സ്വിമ്മിങ്ങിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്, അക്വാട്ടിക് ഫോം അല്ലേ, അപ്പോൾ സ്വിമ്മിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി നീരിസ് എന്താ? ഡയേഷ്യസ് ആണ്. ഡയേഷ്യസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെക്സസ് സെപ്പറേറ്റ്, അതായത് ഫീമെയിൽ ഓർഗാനിസവും മെയിൽ ഓർഗാനിസവും സെപ്പറേറ്റ് ആണ്. ഒരു ഓർഗാനിസം ഫീമെയിൽ ആയിരിക്കും, മറ്റൊരു ഓർഗാനിസം മെയിൽ ആയിരിക്കും. അങ്ങനെയുള്ളവരെയാണ് ഡയേഷ്യസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ അക്വാട്ടിക് അനലിഡയായ നീരിസ് ഡയേഷ്യസ് ആണ്. പക്ഷെ എർത്ത് വേം, അതുപോലെ ലീച്ച് എന്ന് വെച്ചാൽ അട്ട, അപ്പോൾ എർത്ത് വേമും മണ്ണിരയും ലീച്ചസും ഒക്കെ മൊണേഷ്യസ് ആണ്. അതായത് ഓരോ ഓർഗാനിസത്തിൽ തന്നെ മെയിൽ ആൻഡ് ഫീമെയിൽ ഗമീറ്റ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എർത്ത് വേമും ലീച്ചസും മൊണേഷ്യസ് ആണ്. ഇനി ഇവരുടെ എക്സ്ക്രീഷനും ഓസ്മോ റെഗുലേഷനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നത് നെഫ്രീഡിയ എന്ന് പറയുന്ന സ്ട്രക്ചറാണ്. നെഫ്രീഡിയയാണ് എക്സ്ക്രീഷനും ഓസ്മോ റെഗുലേഷനും ഹെൽപ്പ് ചെയ്യുന്നത്.
ഇനി ഇവർക്കൊരു ന്യൂറൽ സിസ്റ്റം ഉണ്ട്. നമുക്ക് നെർവസ് സിസ്റ്റം ഉള്ളതുപോലെ ഇവർക്കും ഉണ്ട് ഒരു ന്യൂറൽ സിസ്റ്റം. അതിലെന്തൊക്കെയാണുള്ളത്? പെയ്ഡ് ഗാംഗ്ലിയ കണക്റ്റഡ് ബൈ ലാറ്ററൽ നെർവ്സ് ടു എ ഡബിൾ വെൻട്രൽ നെർവ് കോഡ്. അവർക്ക് പെയ്ഡ് ആയിട്ടുള്ള ഗാംഗ്ലിയ ഉണ്ട്. ഗാംഗ്ലിയാസ് പെയ്ഡ് ആയിരിക്കും. ഗാംഗ്ലിയ എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം ന്യൂറോൺസിനെയാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ പെയ്ഡ് ആയിട്ടുള്ള ഗാംഗ്ലിയാസ് ഉണ്ട്. ഇതിനെ ലാറ്ററൽ നെർവ്സ് ആണ് കണക്ട് ചെയ്യുന്നത്. എന്തിലേക്ക്? ഒരു ഡബിൾ വെൻട്രൽ നെർവ് കോഡിലേക്ക്. വെൻട്രലായിട്ട് 2 നെർവ് കോഡ് കാണാൻ പറ്റും, ഡബിൾ വെൻട്രൽ നെർവ് കോഡ്. ഇതിലേക്ക് ലാറ്ററൽ നെർവ്സ് വഴിയാണ് പെയ്ഡ് ഗാംഗ്ലിയയെ കണക്ട് ചെയ്യുന്നത്. ഇവരുടെ റീപ്രൊഡക്ഷൻ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ആണ്. എക്സാമ്പിൾസ് ആണ് നീരിസ്, അക്വാട്ടിക് അനലിഡയായ നീരിസ്. അതിൻ്റെ പിക്ചറാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇവരുടെ ബോഡിയിൽ നമ്മൾ നോക്കിയാൽ ലാറ്ററൽ അപ്പൻഡേജസ് കാണാൻ പറ്റും. അതായത് ബോഡി ഇങ്ങനെയാണെങ്കിൽ ബോഡിയിൽ നിന്ന് ഇങ്ങനെ ട്രയാങ്കിൾ ഷേപ്പിൽ നിൽക്കുന്ന ഇതാണ് ലാറ്ററൽ അപ്പൻഡേജസ്. ഇതിനെയാണ് പാരാപ്പൊഡിയ എന്ന് വിളിക്കുന്നത്. അതാണ് സ്വിമ്മിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി അടുത്തത് ഫെറട്ടിമ അല്ലെങ്കിൽ എർത്തുവ. അടുത്തതാണ് ഹിറുഡിനേറിയ, ബ്ലഡ് സക്കിംഗ് ലീച്ച്. ഇതൊക്കെ അനലിഡ്സിന് എക്സാമ്പിൾസ് ആണ്. അപ്പോൾ ആഷൽമിന്തസും അനലിഡ്സും ആണ് നമ്മൾ ഇന്ന് പഠിച്ചത്. ആഷൽമിന്തസിന് എന്തൊക്കെയായിരുന്നുള്ളത്? സർക്കുലർ ക്രോസ് സെക്ഷൻ ആണ് ബോഡിക്ക്, അതുകൊണ്ടാണ് റൗണ്ട് വേംസ് എന്ന് വിളിക്കുന്നത്. ഇനി ഇവർക്ക് എന്തൊക്കെയാണ് ഇവരുടെ പ്രത്യേകത? ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ്. ബയലാറ്ററലി സിമെട്രിക്കൽ ആണ്, ട്രിപ്ലോബ്ലാസ്റ്റിക് ആണ്, പക്ഷെ സ്യൂഡോസീലോമേറ്റ് ആണ്. എലമെന്ററി കനാൽ കംപ്ലീറ്റ് ആണ്. അതുപോലെ ഒരു വെൽ ഡെവലപ്ഡ് മസ്കുലർ ഫാരിങ്സ് ഉണ്ട്. എക്സ്ക്രീറ്ററി ട്യൂബ് എക്സ്ക്രീറ്ററി പോറിലൂടെയാണ് ബോഡിയിൽ നിന്ന് വേസ്റ്റിനെ റിമൂവ് ചെയ്യുന്നത്. ഡയേഷ്യസ് ആണ്, അതായത് മെയിലും ഫീമെയിലും സെപ്പറേറ്റ് ആണ്. ഫീമെയിൽസ് ആണ് ലോങ്ങർ. ഫെർട്ടിലൈസേഷൻ ഇന്റേണൽ ആണ്. ഡെവലപ്മെന്റ് ഡയറക്റ്റ് ആയിട്ട് നടക്കുന്നുണ്ട്, ഇൻഡയറക്റ്റ് ആയിട്ട് നടക്കുന്നുണ്ട്. പിന്നെന്താണുള്ളത്? അനലിഡ. അനലിഡ എന്ന് വെച്ചാൽ ഇവരുടെ ബോഡി ഒരുപാട് സെഗ്മെന്റ്സ് ചേർത്ത് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ കുറേ സർക്കുലർ റിങ്സ് ചേർത്ത് വെച്ചതുപോലെയാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇവർക്ക് അനലിഡ എന്ന് പേര് വന്നത്. ഇവരും ബയലാറ്ററലി സിമെട്രിക്കൽ ആണ്, ട്രിപ്ലോബ്ലാസ്റ്റിക് ആണ്, മെറ്റാമറിസം കാണിക്കുന്നുണ്ട്, അതുപോലെ സീലോമേറ്റ്സ് ആണ്. ഇനി ഇവർക്ക് എന്താണ്? മൂവ്മെന്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ലോക്കോമോഷന് വേണ്ടിയിട്ട് ലോഞ്ചിറ്റ്യൂഡിനൽ മസിലും ഉണ്ട്, സർക്കുലർ മസിൽസും ഉണ്ട്. നീരിസ് എന്ന് പറയുന്ന അക്വാട്ടിക് അനലിഡയ്ക്കൊക്കെ പാരാപോഡിയ എന്ന് പറയുന്ന ലാറ്ററൽ അപ്പൻഡേജ് ഉണ്ട്. ഇതാണ് അവരെ സ്വിമ്മിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി സർക്കുലേറ്ററി സിസ്റ്റം ക്ലോസ്ഡ് ആണ്. നെഫ്രീഡിയാണ് എക്സ്ക്രീഷനും ഓസ്മോ റെഗുലേഷനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നത്. ന്യൂറൽ സിസ്റ്റം ഉണ്ട്. നീരിസ് ഡയേഷ്യസ് ആണ്, അതായത് സെക്സസ് സെപ്പറേറ്റ് ആണ്, പക്ഷേ എർത്ത്വേമും ലീച്ചസും ഒക്കെ മൊണേഷ്യസ് ആണ്. സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ആണ് കാണിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ആഷൽമിന്തസിനെ പറ്റിയും അനലിഡയെ പറ്റിയും ഉള്ളത്. അടുത്തത് ഇതിൻ്റെ MCQs ആണ്. എക്സ്ക്രീറ്ററി ഓർഗൻ ഓഫ് ആഷൽമിന്തസ്. ആഷൽമിന്തസിൻ്റെ എക്സ്ക്രീറ്ററി ഓർഗൻ ഏതാണ്? എക്സ്ക്രീറ്ററി ട്യൂബ് ആണ്. എക്സ്ക്രീറ്ററി ട്യൂബ് എക്സ്ക്രീറ്ററി പോർ വഴിയാണ് വേസ്റ്റിനെ റിമൂവ് ചെയ്യുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ബിലോങ്സ് ടു ആഷൽമിന്തസ്? താഴെയുള്ളതിൽ ഏതാണ് ആഷൽമിന്തസിൽ വരുന്നത്? ഉച്ചറേറിയ, നീരിസ്, ഫെറട്ടിമ, ഹിറുഡിനേറിയ. ഇതിൽ നമ്മൾ ഈ താഴത്തെ 3 അനലിഡ്സ് ആണ്. ബുച്ചറേറിയയാണ് ആഷൽമിന്തസിൽ വരുന്നത്. മൂന്നാമത്തത്, ദ ബോഡി ഓഫ് അനലിഡ്സ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ. അനലിഡയുടെ ബോഡിയുടെ പ്രത്യേകത എന്താണ്? മെറ്റാമറിക് സെഗ്മെന്റേഷൻ, അതായത് ചെറിയ ഓരോ സെഗ്മെന്റ്സ് അടുക്കി വെച്ചിരിക്കുന്ന പോലെയാണ് ഇരിക്കുന്നത്. നാലാമത്തെ ക്വസ്റ്റ്യൻ, ദ എക്സ്ക്രീറ്ററി ഓർഗൻ ഓഫ് അനലിഡ്സ്. അനലിഡ്സിന്റെ എക്സ്ക്രീറ്ററി ഓർഗൻ ഏതാണ്? നെഫ്രീഡിയ. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, പാരാപോഡിയ ആർ പ്രസന്റ്. പാരാപോഡിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ലാറ്ററൽ അപ്പൻഡേജസ് ആണ്. ഇത് അക്വാട്ടിക് ഫോമായ നീരിസിലാണ് കാണപ്പെടുന്നത്. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. അടുത്തത്, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ആഷൽമിന്തസ് ആൻഡ് ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ആഷൽമിന്തസിനെ പറ്റി കറക്റ്റ് ആയിട്ടുള്ളത് ഏതൊക്കെയാണ്? ബൈലാറ്ററലി സിമെട്രിക്കൽ കറക്റ്റ് ആണ്. ട്രിപ്ലോബ്ലാസ്റ്റിക് കറക്റ്റ് ആണ്.
സീലോമേറ്റ്സ് കറക്റ്റ് അല്ല, ഇവര് സ്യൂഡോസീലോമേറ്റ്സ് ആണ്. സ്യൂഡോസീലോമേറ്റ്സ് ആണ്. ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ അതും കറക്റ്റ് ആണ്. അപ്പോൾ 1, 3 and 4 ആർ കറക്റ്റ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് റിഗാർഡിങ് ആനലിഡ? ആനലിഡെ കുറച്ച് ഇതിലേതൊക്കെയാണ് കറക്റ്റ് ആയിട്ടുള്ളത്? ട്രിപ്ലോബ്ലാസ്റ്റിക് കറക്റ്റ് ആണ്. സീലോമേറ്റ്സ് ആണ്. മെറ്റാമറിക് സെഗ്മെന്റേഷൻ ഉണ്ട്. അതുപോലെ ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ്. എല്ലാം കറക്റ്റ് ആണ്. ഓപ്ഷൻ സി, ഓൾ ഓപ്ഷൻസ് ആർ ട്രൂ. ഓൾ സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്? താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതൊക്കെയാണ് കറക്റ്റ്? നെഫ്രീഡിയ ഹെൽപ്പ് ഇൻ ഓസ്മോൾ റെഗുലേഷൻ. നെഫ്രീഡിയെ പറ്റിയാണ്, ആനലിഡയെ പറ്റിയാണ് കൊടുത്തിട്ടുള്ളത്. നെഫ്രീഡിയ ഹെൽപ്പ് ഇൻ ഓസ്മോ റെഗുലേഷൻ. നെഫ്രീഡിയാണ് ഓസ്മോ റെഗുലേഷനും എക്സ്ക്രീഷനും ഹെൽപ്പ് ചെയ്യുന്നത്. നെഫ്രീഡിയ ഹെൽപ്പ് ഇൻ എക്സ്ക്രീഷൻ കറക്റ്റ് ആണ്. അടുത്തത് എന്താണ്? ന്യൂറൽ സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് പെയർഡ് ഗാംഗ്ലിയ കണക്റ്റഡ് ബൈ ലാറ്ററൽ നെർവ്സ് ടു എ ഡബിൾ വെൻട്രൽ നെർവ് കോഡ്. ഇതും കറക്റ്റ് ആണ്. ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം ഈസ് പ്രസന്റ് ഇൻ അനലിഡ. അല്ല, അനലിഡയ്ക്കകത്ത് ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം ആണ് കാണപ്പെടുന്നത്. സോ 1, 2 and 3 ആർ കറക്റ്റ്. ഓപ്ഷൻ ബി. 9th ക്വസ്റ്റ്യൻ, ആഷൽമിന്തസ് ആർ കോൾഡ് റൗണ്ട് വേംസ്. ആഷൽമിന്തസിനെ റൗണ്ട് വേംസ് എന്ന് വിളിക്കുന്നു. റീസൺ, ദെയർ ബോഡി സർക്കുലർ ഇൻ ക്രോസ് സെക്ഷൻ. അവരുടെ ബോഡി സർക്കുലർ ഇൻ ക്രോസ് സെക്ഷൻ ആണ്, അതായത് ക്രോസ് സെക്ഷൻ എടുത്താൽ സർക്കുലർ ഷേപ്പ് ആണ്. റീസണും അസേർഷനും കറക്റ്റ് ആണ്. റീസൺ അസേർഷനെ കറക്റ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഓപ്ഷൻ എ. മാച്ച് ദ ഫോളോയിങ്: അസ്കാരിസ്, ബുച്ചറേറിയ, ഫെറട്ടിമ, ഹെറിഡിനേറിയ. കോളം 2 ബ്ലഡ് സക്കിംഗ് ലീച്ച്, എർത്ത് വേം, റൗണ്ട് വേം, ഫൈലേറിയൽ വേം. അപ്പോൾ അസ്കാരിസ് നമുക്കറിയാം എന്താണ്, റൗണ്ട് വേം. A3 ആണ്. 2 ഓപ്ഷൻ ഉണ്ട്. ബുച്ചറേറിയ എന്ന് വെച്ചാൽ എന്താണ്, ഫൈലേറിയൽ വേമാണ്, മന്തുണ്ടാക്കുന്നതാണ് ബുച്ചറേറിയ. B4. ഓപ്ഷൻ എ. C2 ആണോ നോക്കിയേ, ഫെറട്ടിമ. ബ്ലഡ് സക്കിംഗ് ലീച്ച് അല്ല, അതെ സോറി, ഫെറട്ടിമ എന്ന് പറഞ്ഞാൽ എർത്ത് വേം ആണ്. ഇനി ഹിറുഡിനേറിയാണ് ബ്ലഡ് സക്കിംഗ് ലീച്ച്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഇപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്താണ് പഠിച്ചത്? ആഷൽമിന്തസിനെ പറ്റിയും അനലിഡ്സിനെ പറ്റിയാണ് പഠിച്ചത്. ആർത്രോപോഡയും മൊളസ്കയും പറ്റിയാണ് തൊട്ടടുത്ത ക്ലാസ്സിലുള്ളത്. സോ അടുത്ത ക്ലാസ് വരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു.